So next is module 3, and in module 3 we will be studying the design of reinforced beams, design of cantilever beam, and analysis and design of doubly reinforced beams and T-beams, then design for torsion. ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 3ൽ പഠിക്കുന്നത്. സോ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ ഡിസൈൻ ഓഫ് സിംപ്ലി റീഇൻഫോഴ്സ്ഡ് ബീംസ്. സോ ഡിസൈൻ എക്സാമ്പിൾ ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസും അതുപോലെ തന്നെ കാൻറ്റിലിവർ ബീമിൻ്റെ കേസും പഠിക്കുന്നുണ്ട്. Okay, so first let's move on to the topic design of singly reinforced beam. അപ്പോൾ നമുക്ക് പ്രോബ്ലംസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. വി ക്യാൻ ക്ലാസിഫൈ ദ പ്രോബ്ലംസ് ഇൻ ടു ഡിസൈൻ പ്രോബ്ലംസ് ആൻഡ് അനാലിസിസ് പ്രോബ്ലംസ്. ക്വസ്റ്റ്യനിൽ നിങ്ങളുടെ അടുത്ത് ഡിസൈൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡിസൈനിൽ വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ഇസ് വി ഹാവ് ടു ഫൈൻഡ് ദി ഡയമെൻഷൻ. അതിൻ്റെ ബേസിക് ഡയമെൻഷൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഡിസൈൻ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡിസൈൻ എ ബീം, ഡിസൈൻ എ സിംപ്ലി റീഇൻഫോഴ്സ്ഡ് ബീം എന്നൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ബീമിൻ്റെ ഡയമെൻഷൻസ്, ക്രോസ് സെക്ഷൻ, അതായത് ബ്രെഡ്ത്ത്, ഡെപ്ത്, ഓക്കെ, ഓവറോൾ ഡെപ്ത്, എഫക്റ്റീവ് ഡെപ്ത്, ആൻഡ് ദെൻ ദ ഏരിയ ഓഫ് ദി സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ്, അതിൽ എത്ര ഏരിയ വേണം, എത്ര ബാർസ് പ്രൊവൈഡ് ചെയ്യണം, ഈ കാര്യങ്ങളാണ് ഡിസൈൻ പ്രോബ്ലത്തിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വി ഹാവ് ടു ഡീറ്റെയിൽ, അതിൻ്റെ ഡീറ്റെയിലിങ്ങും കൊടുക്കണം. വെറാസ് അനാലിസിസ് ടൈപ്പ് പ്രോബ്ലത്തിൽ ഇൻ ഫസ്റ്റ് മൊഡ്യൂളിലെല്ലാം നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ അനാലിസിസ് പ്രോബ്ലംസ് ആയിരുന്നു. അനാലിസിസ് പ്രോബ്ലംസിൽ നമ്മൾ ആ ഒരു തന്നിരിക്കുന്ന, അതായത് ഈ ഡേറ്റാസൊക്കെ, ഈ ബി, ഡി, ദെൻ AST, ഈ ഡേറ്റാസൊക്കെ തന്നിട്ടുണ്ടാകും. സോ ഫ്രം ദിസ് ഡേറ്റ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദി ബീം. ഓക്കെ, അതായത് ബീമിൻ്റെ സ്ട്രെങ്ത് ആയിരുന്നു അനാലിസിസ് പ്രോബ്ലത്തിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വെറാസ് ഡിസൈൻ പ്രോബ്ലത്തിൽ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഡയമെൻഷൻസ്. ആ ബീമിൻ്റെ ഡയമെൻഷൻ, ബീം നമ്മൾ ഡിസൈൻ ചെയ്യണം. ഓക്കെ, ഇറ്റ് മീൻസ് വിത്ത് ഇറ്റ്സ് ഡയമെൻഷൻസ് B, D ആൻഡ് ഏരിയ ഓഫ് ദി സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, സോ വി വിൽ ബി ഗിവൺ. അപ്പോൾ നമുക്ക് ഈ ഡിസൈൻ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ കോൺക്രീറ്റിൻ്റെ, സ്റ്റീലിൻ്റെ ഗ്രേഡ് തന്നിട്ടുണ്ടാകും, ദെൻ ലോഡിങ്, ദെൻ അതിൽ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റ്, ഓക്കെ, ഡിസൈൻ മൊമെൻറ്റ് ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, സോ ഫ്രം ദിസ് വി ഹാവ് ടു ഡിസൈൻ ദ, അതായത് ഈ തന്നിരിക്കുന്ന മൊമെൻ്റ് എടുക്കാനായിട്ടുള്ള, മൊമെൻറ്റ് ക്യാരി ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ള ഡയമെൻഷൻസ്, അതുപോലെ സ്റ്റീലിൻ്റെ ഏരിയ, ആ ഒരു ബെൻഡിങ് മൊമെൻറ്റ് ക്യാരി ചെയ്യാനായിട്ടുള്ള, റെസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റീല്, ഈ കാര്യങ്ങളാണ് ഡിസൈൻ ടൈപ്പ് പ്രോബ്ലത്തിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഡിസൈനാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പഠിച്ചിരുന്നു. അഗെയിൻ ഈ ഒരു മൊഡ്യൂളിൽ എൻ്റെ ഡിസൈൻ പാർട്ടിലേക്കാണ് പോകുന്നത്. ഓക്കെ, സോ ഡിസൈൻ പ്രൊസീജിയർ ഫോർ എ സിംപ്ലി റീഇൻഫോഴ്സ്ഡ് ബീം. സോ സിംപ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സെലക്ഷൻ ഓഫ് ഗ്രേഡ് ഓഫ് സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ്. സോ സ്റ്റീലും കോൺക്രീറ്റും ഏത് ഗ്രേഡ് ആണെന്ന് സെലക്ട് ചെയ്യണം. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എയ്തർ ഇറ്റ് വിൽ ബി ഗിവൺ ഓർ വി ഹാവ് ടു അസ്യൂം. ആ വാല്യൂസ് നമ്മൾ അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 2 ഇസ് ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ. സോ B, D ആൻഡ് ഓവറോൾ ഡെപ്ത്. ഓക്കെ, ബ്രെഡ്ത്ത്, ഡെപ്ത് ആൻഡ് ഓവറോൾ, എഫക്റ്റീവ് ഡെപ്ത് ആൻഡ് ഓവറോൾ ഡെപ്ത് ആണ് സെക്കൻഡ് പാർട്ട്. ഓക്കെ, സോ ഇതിന് വി കനോട്ട്, അതായത് നമ്മൾ ഒരു ഇനിഷ്യലി ഒരു ബ്രെഡ്ത്ത് ആൻഡ് ഡെപ്ത്ത് വി ഹാവ് ടു പ്രൊവൈഡ്. ഓക്കെ, സോ ട്രയൽ ആൻഡ് എറർ പോലെ നമ്മളൊരു ബ്രെഡ്ത്തും ഒരു ഡെപ്ത്തും ആസ് പെർ IS കോഡിൽ പറയുന്നത് പോലെ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ ഒരു സ്പാൻ ടു ഡെപ്ത് റേഷ്യോ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അതിന് ബ്രെഡ്ത്ത് എത്രയൊക്കെയാണ് കൊടുക്കേണ്ടതെന്നും IS കോഡിൽ പറയുന്നുണ്ട്. സോ ആ ഒരു ഇതനുസരിച്ചിട്ട് വേണം വി ഹാവ് ടു ഇനിഷ്യലൈസ് ദി ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻസ്. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 3 ഈസ് എഫക്റ്റീവ് സ്പാൻ. എഫക്റ്റീവ് സ്പാൻ എന്ന് വെച്ചാൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സപ്പോർട്ട്, അല്ലെങ്കിൽ ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത്. ഓക്കെ, ദാറ്റ് വി വിൽ സ്റ്റഡി. അപ്പോൾ അതാണ് എഫക്റ്റീവ് സ്പാൻ. ആ എഫക്റ്റീവ് സ്പാൻ വെച്ചിട്ടാണ് വി ആർ കാൽക്കുലേറ്റിംഗ്. ഇപ്പോൾ എഫക്റ്റീവ് സ്പാൻ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് സ്പാൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ എഫക്റ്റീവ് സ്പാൻ കാൽക്കുലേറ്റ് ചെയ്താണ് നമുക്കറിയാം ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻസ്. ഓരോ ഡിഫറെൻറ്റ് സപ്പോർട്ട് കണ്ടീഷൻസിനും അതുപോലെ ലോഡിങ്സിനും ദ ബെൻഡിങ് മൊമെൻറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ്. ആൻഡ് ഇപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് UDL ആണെങ്കിൽ WL²/8 ആണ് ഇക്വേഷൻ, റൈറ്റ്? സോ ഈ W എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ദ ലോഡ്.
സോ അതിന് വേണ്ടി ലോഡ് വി ഹാവ് ടു കാൽക്കുലേറ്റ്. ആൻഡ് എൽ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ എഫക്റ്റീവ് സ്പാൻ ആണ് എടുക്കേണ്ടത്. സോ LE സ്ക്വയർ. ഓക്കെ, സോ WLE സ്ക്വയർ ഡിവൈഡഡ് ബൈ 8. സോ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ W വേണം. വി ഹാവ് ടു ഫൈൻഡ് ദ ലോഡ് ആസ് വെൽ ആസ് ദി ഇഫക്റ്റീവ് സ്പാൻ ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് ദ ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ്. ഓക്കെ, ദെൻ ഇപ്പോൾ ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ബെൻഡിങ് മൊമെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഫ്ലെക്ചർ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ്, ഓക്കെ, ബാർസ്, അപ്പോൾ റീബാർസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അത് എത്രയാണെന്ന് നോക്കുക, എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ അതിന് 4 ക്രൈറ്റീരിയാസ് ഉണ്ട്. വൺ ഇസ് നമ്മളിവിടെ ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഈ ബെൻഡിങ് മൊമെൻറ്റ് എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഡിസൈൻ ചെയ്യുന്നത് ഒരു ഡക്റ്റൈൽ ഫെയിലിയറിലെ, അതായത് ഒരു അണ്ടർ റീഇൻഫോഴ്സ്ഡ് ബീം ആയിരിക്കണം എപ്പോഴും ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, കാരണം അണ്ടർ റീഇൻഫോഴ്സ്ഡ് ബീമിൽ മാത്രമേ ഡക്റ്റൈൽ ഫെയിലിയർ ഉണ്ടാവുള്ളൂ, അതായത് ആദ്യം സ്റ്റീൽ ഫെയിൽ ചെയ്യുള്ളൂ. സോ ദാറ്റ് ഈസ് അതാണ് സേഫസ്റ്റ് ഡിസൈൻ. ഓക്കെ, സോ ആ കണ്ടീഷൻ, ദാറ്റ് ഈസ് അണ്ടർ റീഇൻഫോഴ്സ്ഡ് ബീം, ആ കണ്ടീഷൻ ഇറ്റ് ഹാസ് ടു സാറ്റിസ്ഫൈ. ദാറ്റ് ഈസ് MU ഷുഡ് ബി ലെസ് ദാൻ MU ലിമിറ്റ്. നമ്മൾ പറഞ്ഞു XU ലെസ് ദാൻ XU ലിമിറ്റ് എന്ന് പറഞ്ഞു. സിമിലർലി ദ മൊമെൻറ്റ്, ബെൻഡിങ് മൊമെൻറ്റ് ഷുഡ് ബി ലെസ് ദാൻ ദ മൊമെൻറ്റ് ഓഫ് അൾട്ടിമേറ്റ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, അതുമായിട്ട് ലെസ് ആയിരിക്കണം. ആൻഡ് ദെൻ ഓക്കെ, ഈ ഒരു കണ്ടീഷൻസ് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ആണെങ്കിൽ നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. സോ ഈ ഒരു ബെൻഡിങ് മൊമെൻറ്റിൽ നിന്ന് എത്ര ഏരിയയാണ്, എത്ര റീഇൻഫോഴ്സ്മെൻ്റ് ആണ് വേണ്ടത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്ത റീഇൻഫോഴ്സ്മെൻറ്റ് മിനിമം റീഇൻഫോഴ്സ്മെൻറ്റിന്, അപ്പോൾ ഏതൊരു സ്ട്രക്ചറിലും മിനിമം ഇത്രയും റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം എന്നുണ്ട്. ഓക്കെ, സോ ആ മിനിമം ക്രൈറ്റീരിയ ചെക്ക് ചെയ്യുക. അതായത് മിനിമത്തിനേക്കാളും കൂടുതലാണോ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കിട്ടിയ വാല്യൂ ഈ മിനിമത്തിനേക്കാളും കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് ഫൈനലി എത്ര ബാർസ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, എത്ര ബാർസ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ ഏരിയ, നമുക്ക് ഇവിടുന്ന് ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ടോട്ടൽ ഏരിയ കിട്ടിയിട്ടുണ്ട്. അതായത് ആ ഒരു പെർട്ടിക്കുലർ ബീമിൽ എത്ര ഏരിയ പ്രൊവൈഡ് ചെയ്യണം, ഓക്കെ, എത്ര ഏരിയ ഓഫ് സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യണം എന്ന് ഇവിടെ നിന്ന് കിട്ടി. ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കാൽക്കുലേഷനിൽ നിന്ന് കിട്ടി. എഗെയിൻ ഇപ്പോൾ എത്ര ബാർ വേണമെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഒരു ബാർ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ബാർ എടുക്കുക, അതായത് 12 mm ഡയമീറ്റർ ബാറോ അല്ലെങ്കിൽ 16 mm ഡയമീറ്റർ ബാറോ എടുത്തിട്ട് ഇപ്പോൾ ഏരിയ ഓഫ് സിംഗിൾ ബാർ അറിയാമെങ്കിൽ, ഓക്കെ, ആൻഡ് ടോട്ടൽ ഏരിയ അറിയാമെങ്കിൽ വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് ബാർസ്? നമ്പർ ഓഫ് ബാർസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഏരിയ ഓഫ് ദി ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ഒരു സിംഗിൾ ബാറിൻ്റെ ഏരിയ. ഓക്കെ, സോ ദാറ്റ് വിൽ ഗിവ് us ദി നമ്പർ ഓഫ് ബാർസ്. ആൻഡ് ഫൈനലി അപ്പോൾ നമുക്ക് വേണ്ടത് എന്തൊക്കെയായിരുന്നു? വി നീഡ് ടു ഗെറ്റ് ഡിസൈൻ പ്രോബ്ലത്തിൽ നമുക്ക് കിട്ടേണ്ടത് ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻസ് ആൻഡ് ദ നമ്പർ ഓഫ് ബാർസ് ആൻഡ് ഏരിയ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കിട്ടിയിരിക്കുന്നു. അതായത് B, D ആൻഡ് ഓവറോൾ ഡെപ്ത് കിട്ടി. ആൻഡ് ഫൈനലി ഈ സ്റ്റെപ്പ് 6ൽ നിന്ന് വിൽ ഗെറ്റ് ദി നമ്പർ ഓഫ് ബാർസ് ആൻഡ് ദി ഡയമീറ്റർ. ഓക്കെ, ആൻഡ് ഇത് നമ്മളിനി ഡീറ്റെയിൽ ചെയ്യുക. ഈ സ്ട്രക്ചറൽ ഡീറ്റെയിലിംഗ് ആണ് ഡിസൈനിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇറ്റ് വിൽ ക്യാരി അറൗണ്ട് 3 to 4 മാർക്സ്. അപ്പോൾ ഈ സ്ട്രക്ചറൽ ഡീറ്റെയിലിംഗ് പാർട്ട് യൂഷ്വലി നിങ്ങൾ ലാസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ ടൈം കിട്ടാതെ സ്കിപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ, ബിക്കോസ് സ്ട്രക്ചറൽ ഡീറ്റെയിലിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങൾ, അതായത് ബീമിൻ്റെ ഈ B, D, ഈ ഡയമെൻഷൻസ് ഒക്കെ മാർക്ക് ചെയ്യുക, എത്ര ബാർസ് ഉണ്ടെന്നും ആ ബീമിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു 3 to 4 മാർക്സ് സ്ട്രക്ചറൽ ഡീറ്റെയിലിങ്ങിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഈ 6th സ്റ്റെപ്പ് വരെ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയെങ്കിലും യു വിൽ നോട്ട് ഗെറ്റ് ദി കംപ്ലീറ്റ് മാർക്സ് കിട്ടണമെങ്കിൽ ഈ സ്ട്രക്ചറൽ ഡീറ്റെയിലിംഗ് കൂടെ ചെയ്തേ പറ്റൂ. ഓക്കെ, സോ ദീസ് ആർ ദി ഡിസൈൻ പ്രൊസീജിയർ. ഇപ്പോൾ ഡിസൈൻ പ്രൊസീജിയറിൽ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ സ്റ്റെപ്സും നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഒന്നെങ്കിൽ തന്നിട്ടുണ്ടാകും. ഓക്കെ, തന്നിട്ടില്ല എങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അതായത് മിനിമം സെലക്ട് ചെയ്യേണ്ടത് M20 ഗ്രേഡാണ്. ഓക്കെ, അതായത് IS കോഡിൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് M20 ആണ് മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് അണ്ടർ മൈൽഡ് കണ്ടീഷൻ. ആൻഡ് കണ്ടീഷൻസ് മാറുന്നതനുസരിച്ച്, എക്സ്പോഷർ കണ്ടീഷൻസ് മാറുന്നതനുസരിച്ച് M25, M30 എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കും.
ഓക്കെ. സോ M20 ആണ് മിനിമം വാല്യൂ. അഗെയിൻ സ്റ്റീലിൻ്റെ ഗ്രേഡ് എന്ന് വെച്ചാൽ നോർമലി യൂസ് ചെയ്യുന്നത് FE250, FE415, 500 ആണ് റീഇൻഫോഴ്സ് കോൺക്രീറ്റ് വർക്ക്സിന് യൂസ് ചെയ്യാറ്. ഓക്കെ. അഗെയിൻ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻസ്. അപ്പോൾ ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻസിൽ വി ഹാവ് ടു കാൽക്കുലേറ്റ് ബ്രെഡ്ത്ത്, ഡെപ്ത് ആൻഡ് ഓവറോൾ ഡെപ്ത്. സോ ബ്രെഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് the width of beam should be less than or equal to. ഓക്കെ, അതായത് നമുക്കൊരു ബ്രെഡ്ത്ത് ഫസ്റ്റ് നമ്മൾ അത് വി വിൽ പ്രൊവൈഡ്, നമ്മൾ അസ്യൂം ചെയ്യും. ഓക്കെ, ഈ അസ്യൂം ചെയ്യുന്ന വാല്യൂ എന്ന് വെച്ചാൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ വി വിൽ പ്രൊവൈഡ് ഇറ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു ബീം ഇറ്റ് ഇസ് സപ്പോർട്ടഡ്, ഒരു കോളത്തിലോ അല്ലെങ്കിൽ വോളിലോ ആയിരിക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക, റൈറ്റ്? അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കോളത്തിൻ്റെയോ വോളിൻ്റെയോ അല്ലെങ്കിൽ ആ സപ്പോർട്ടിങ് സ്ട്രക്ചറിൻ്റെ വിഡ്ത്ത് എങ്കിലും ഇറ്റ് ഷുഡ് ഹാവ് എ വിഡ്ത്ത് ഓഫ് ദി സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഈ സപ്പോർട്ടിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ അതിനേക്കാളും കുറവായിരിക്കാമുള്ളൂ ഇതിൻ്റെ ബീമിൻ്റെ ഈ വിഡ്ത്ത്. ഓക്കെ, സോ ദ ബീം വിഡ്ത്ത് ഷാൽ ബി, ഓക്കെ ഇങ്ങനെ ആയിരിക്കുമല്ലോ കോളം. സോ ദ ബീം വിഡ്ത്ത് ഷാൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ വിഡ്ത്ത് ഓഫ് ദി സപ്പോർട്ടിങ് സ്ട്രക്ചർ. ഓക്കെ, സോ ഇപ്പോൾ 200 mm ഒരു കോളം ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി അതായത് ഈ ഒരു ബീമിൻ്റെ വിഡ്ത്ത് എന്ന് വെച്ചാൽ 200 അല്ലെങ്കിൽ അതിനേക്കാളും ബിലോ ആയിട്ടുള്ളൊരു വാല്യൂ വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അഗെയിൻ then we can select like 150, 200, 230, 250, 300. അപ്പോൾ ഇതൊക്കെയാണ് നോർമലി പ്രൊവൈഡ് ചെയ്യാറുള്ള ബ്രെഡ്ത്ത്. ഓക്കെ, ഈ വിഡ്ത്ത് സപ്പോർട്ടിൻ്റെ വിഡ്ത്തിനെ പറ്റിയും അങ്ങനെയുള്ള ഒരു ഡീറ്റെയിലും തന്നിട്ടില്ല എങ്കിൽ, അപ്പോൾ നോർമലി നമ്മുടെ വോൾ തിക്നെസ് 230, 250, 300 എന്നൊക്കെ വരും. ഓക്കെ, സോ ദറ്റ് ഈസ് ഹൗ വി സെലക്ട് ദി ബ്രെഡ്ത്ത്. അപ്പം നമ്മൾ ബ്രെഡ്ത്ത് അസ്യൂം ചെയ്യുക, ഒരു ബ്രെഡ്ത്ത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക വിത്ത് ദ which should be less than or equal to the width of the supporting structure, that is column അല്ലെങ്കിൽ wallന്റെ width പോലെ. Okay, then we have to select the depth of the beam, അതായത് effective depth and overall depth കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ സ്പാൻ തന്നിട്ടുണ്ടായിരിക്കും, ക്ലിയർ സ്പാൻ അല്ലെങ്കിൽ ഓവറോൾ സ്പാൻ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ സ്പാനിൽ നിന്ന് ഓക്കെ, സോ നമ്മുടെ IS കോഡിൽ ക്ലോസ് 23.2.1 ഓരോ ടൈപ്പ് ഓഫ് ബീംസിലും സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ തന്നിട്ടുണ്ട്. ഓക്കെ, സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത്. അപ്പോൾ ഈ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ സോ സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത് സ്മോൾ ഡി. അപ്പോൾ ഈ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അൺനോൺ ആയിട്ടുള്ളത് ഇവിടെ എഫക്റ്റീവ് ഡെപ്ത് മാത്രമാണ്. വി നോ ദി വാല്യൂ ഫോർ L. ഓക്കെ, സോ ലെങ്ത്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും ആൻഡ് എഫക്റ്റീവ് ഡെപ്ത് ആണ് അറിയാത്തതായിട്ടുള്ളത്. കാരണം സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ 20, സോ L/D വിൽ ബി ഈക്വൽ ടു 20. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് ഡെപ്ത് എന്തായിരിക്കും? L/20 ആയിരിക്കും എഫക്റ്റീവ് ഡെപ്ത്. ഓക്കെ, സോ വാട്ട് വിൽ ബി ദ എഫക്റ്റീവ് ഡെപ്ത്? L/20. ഓക്കെ, സോ ഇങ്ങനെയാണ് എഫക്റ്റീവ് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. അഗെയിൻ ഇഫക്റ്റീവ് ഡെപ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇഫക്റ്റീവ് ഡെപ്തിൻ്റെ കൂടെ വി നോ വി ഹാവ് ടു ആഡ് ദി ഇഫക്റ്റീവ് കവർ. ഓക്കെ, സോ എഫക്റ്റീവ് ഡെപ്തിൻ്റെ കൂടെ, സോ ഇതാണ് എഫക്റ്റീവ് ഡെപ്ത്, ഇതിൻ്റെ കൂടെ ഒരു വാല്യൂം കൂടെ ആഡ് ചെയ്യുക. പക്ഷേ നമുക്ക് ഡയമീറ്റർ, അതായത് ഇപ്പോൾ ഡയമീറ്റർ അറിയില്ല, ഡയമീറ്ററിനെ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് ഈ ഒരു ബാറിൻ്റെ ഡയമീറ്റർ അറിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഈ ഒരു കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. സോ അതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കതൊരു 40 to 80 mm ബിറ്റ്വീൻ ആയിട്ട് എടുക്കാം. ഈ ഒരു വാല്യൂ എന്ന് വെച്ചാൽ 40 to 80 mm ബിറ്റ്വീൻ ഉള്ളൊരു വാല്യൂ കൊടുക്കാം. ഓക്കെ, സോ D പ്ലസ് ഓവറോൾ ഡെപ്ത് എന്ന് വെച്ചാൽ ഓവറോൾ ഡെപ്ത് ക്യാപിറ്റൽ D ഈസ് ഈക്വൽ ടു സ്മോൾ d പ്ലസ് 40-ക്കോ 80-ക്കോ ബിറ്റ്വീൻ ആയിട്ടുള്ളൊരു വാല്യൂ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ ദറ്റ് ഈസ് ഹൗ വി ഫൈൻഡ് ദി ടോട്ടൽ ഡെപ്ത്. അല്ലെങ്കിൽ ഓവറോൾ ഡെപ്ത് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് 40 to 80 mm ടു ദി ഇഫക്റ്റീവ് ഡെപ്ത്. സോ ഇത് നിങ്ങളുടെ IS കോഡിൽ തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് കാൻറ്റിലിവർ ബീം 7, സിംപ്ലി സപ്പോർട്ടഡ് ബീം 20, കണ്ടിന്യൂസ് ബീം 26. സോ ഈ ഒരു വാല്യൂസ് എന്ന് വെച്ചാൽ ഫോർ ദി സ്പാൻ അപ് ടു 10 meter. അതായത് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബീമിൻ്റെ വാല്യൂ, ബീമിൻ്റെ ലെങ്ത്ത്, ഓക്കെ ബീമിൻ്റെ
സ്പാൻ എന്ന് വെച്ചാൽ എന്ത് ലെങ്ത്. സോ ആ ബീമിൻ്റെ സ്പാൻ ഇഫ് ഇറ്റ് ഈസ് അപ് ടു 10 മീറ്റർ, 10 മീറ്റർ വരെയുള്ള സ്പാനിൻ്റെ കേസിലാണ് നമ്മൾ ഈ വാല്യൂസ് ചൂസ് ചെയ്യുന്നത്. സ്പാൻ ടു ഡെപ്ത് വാല്യൂസ്. ഓക്കെ, അഗെയിൻ 10 മീറ്ററിന് എബവ് ആണെങ്കിൽ വി മൾട്ടിപ്ലൈ ദാറ്റ് ബൈ 10 ബൈ സ്പാൻ. ഓക്കെ, ആൻഡ് അതുകൂടാതെ തന്നെ കുറച്ച് മോഡിഫിക്കേഷൻ ഫാക്ടർ, റിഡക്ഷൻ ഫാക്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് പഠിക്കാം. ഓക്കെ, സോ ഈ 10 മീറ്റർ എബവ് ആണെങ്കിൽ വി മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് ദിസ് മോഡിഫിക്കേഷൻ ഫാക്ടർ. ഈ മോഡിഫിക്കേഷൻ ഫാക്ടർ ഈ ഒരു ഗ്രാഫിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, സോ അത് നമ്മൾ 10 മീറ്റർ എബവ് ആയിട്ടുള്ള കേസസിൽ അത് പഠിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് മോഡിഫിക്കേഷൻ ഫാക്ടർ എടുക്കേണ്ടതെന്നുള്ളത് ആ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഫോർ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ മോഡിഫിക്കേഷൻ ഫാക്ടർ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിലും കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റിലും ഇതൊക്കെ ആയിരിക്കും. അഗെയിൻ സ്റ്റെപ്പ് 3. അപ്പോൾ ഈ ഒരു പാർട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്ക് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 ഈസ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ഇഫക്റ്റീവ് സ്പാൻ. ഓക്കെ, സോ ഇഫക്റ്റീവ് സ്പാനിൻ്റെ കാര്യം ക്ലോസ് 22.2 തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇഫക്റ്റീവ് സ്പാൻ എന്ന് പറഞ്ഞാൽ ലോവർ ഓഫ്, ഓക്കെ, 2 വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഈ 2 വാല്യൂസിലെയും ലോവർ വാല്യൂ ആണ് ഇഫക്റ്റീവ് സ്പാൻ ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. സോ ലോവർ ഓഫ് ക്ലിയർ സ്പാൻ പ്ലസ് ഇഫക്റ്റീവ് ഡെപ്ത്. ക്ലിയർ ലെങ്ത് തന്നിട്ടുണ്ടാകും, ആൻഡ് ക്ലിയർ സ്പാൻ പ്ലസ് ഇഫക്റ്റീവ് ഡെപ്ത് അതെടുക്കുക, ആൻഡ് ഓർ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് ദി സപ്പോർട്ട്. ഓക്കെ, സോ അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ബീമിൻ്റെ ക്ലിയർ സ്പാൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ സ്പാൻ എന്ന് വെച്ചാൽ എന്താ, ഈ ഒരു വോളിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കോളം തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് ക്ലിയർ സ്പാൻ. ഓക്കെ, again effective span, so this is the clear span. Okay, effective span എന്ന് വെച്ചാൽ clear span plus effective depth. ഒന്നെങ്കിൽ നമുക്ക് ഈ clear span plus effective depth എന്ന് എടുക്കാം. ഓക്കെ, effective depth എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ വാല്യൂ effective depthൻ്റെ വാല്യൂ സ്മോൾ d കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആ വാല്യൂ എടുക്കാം. ഓർ വി ക്യാൻ ടേക്ക് ദി സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് ദി സപ്പോർട്ട്. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഈ സപ്പോർട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് അടുത്ത സപ്പോർട്ടിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, സോ അത് എത്ര വരുന്നത്, ക്ലിയർ സ്പാൻ പ്ലസ് ഈ ഒരു ഡിസ്റ്റൻസ് പ്ലസ് ഈ ഒരു ഡിസ്റ്റൻസ് ക്ലിയർ സ്പാൻ പ്ലസ് ഇതിൻ്റെ വിഡ്ത്ത് നമുക്കറിയാം. ഓക്കെ, ഈ വിഡ്ത്ത് ബൈ 2, 2 സൈഡിലും വിഡ്ത്ത് ബൈ 2 ആഡ് ചെയ്യുക. ഓക്കെ, സോ ക്ലിയർ സ്പാൻ പ്ലസ് വിഡ്ത്ത് ബൈ 2, അങ്ങനെയാണ് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കിട്ടുക. അപ്പോൾ ഇതിൽ ഏതാണോ ലോവർ വാല്യൂ ആ വാല്യൂ ആയിരിക്കും ഇഫക്റ്റീവ് സ്പാൻ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ലോഡ് കാൽക്കുലേഷൻ. സോ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെഡ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യും. ക്വസ്റ്റ്യനിൽ ഒന്നെങ്കിൽ ലോഡ്സ് തന്നിട്ടുണ്ടാകും. അഗെയിൻ ക്വസ്റ്റ്യനിൽ ഡെഡ് ലോഡ് അല്ലെങ്കിൽ സെൽഫ് വെയിറ്റ് തന്നിട്ടുണ്ടാകത്തില്ല. അപ്പോൾ അത് നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, ഇനി ഡെഡ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു ബീം തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനിലൊരു ബീം തന്നിട്ടുണ്ടായിരിക്കും. ഈ ബീമിൻ്റെ ബി ആൻഡ് ഡി ഡയമെൻഷൻസ് നമുക്ക് സ്റ്റെപ്പ് 2 നിന്ന് കിട്ടും. ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻസ് വിൽ കാൽക്കുലേറ്റ് ഫ്രം സ്റ്റെപ്പ് 2. ഓക്കെ, ഇറ്റ് ഈസ് ക്യാപിറ്റൽ ഡി ആൻഡ് ബി. ബിയും ഡി വാല്യൂസും വിൽ ഗെറ്റ് ഇറ്റ് ഫ്രം ദെയർ, ആൻഡ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി ഡെഡ് ലോഡ്. ഡെഡ് ലോഡ് എന്ന് വെച്ചാൽ ഈ ഒരു ബീമിൻ്റെ സെൽഫ് വെയിറ്റ്. ഓക്കെ, ഈ ഒരു ബീമിൻ്റെ സ്വന്തമായിട്ടൊരു വെയിറ്റ് കാരണം ഒരു ലോഡുണ്ട്. ഇപ്പോൾ കോൺക്രീറ്റ് സ്ട്രക്ചറാണ്, സോ അത്യാവശ്യം നല്ല വെയിറ്റുള്ള സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൻ്റെ വെയിറ്റ് എപ്പോഴും ഡൗൺവേർഡ്സ് ആണ് ആക്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു വെയിറ്റിനെയാണ് നമ്മൾ ഡെഡ് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദിസ് ഡെഡ് ലോഡ് ഓർ സെൽഫ് വെയിറ്റ് ഓഫ് ദിസ് ബീം. സോ ഡെഡ് ലോഡോ സെൽഫ് വെയിറ്റോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? സോ ഡെഡ് ലോഡ് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ഡയമെൻഷൻ എടുക്കുക. ഓക്കെ, ബി ഇൻറ്റു ഡി. സോ ഇതിൻ്റെ ഈ ഒരു പാർട്ട് നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ ബി ഇൻറ്റു ഡി, വിഡ്ത്ത് ഇൻറ്റു ഓവറോൾ ഡെപ്ത്. സോ നമ്മൾ ഈ ഡെഡ് ലോഡ് എടുക്കേണ്ടത് കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലാണ്.
ഓക്കെ, ലോഡ് അതായത് ഒരു UDL പോലെയാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഇതിൽ ആക്ട് ചെയ്യുന്ന ലോഡ് UDL പോലെയാണ് ഡെഡ് ലോഡും ലൈവ് ലോഡും എടുക്കേണ്ടത്. ഓക്കെ, ടോട്ടൽ ലോഡ് എന്ന് വെച്ചാൽ UDL ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഡെഡ് ലോഡ് UDL ആയിട്ട് എങ്ങനെ എടുക്കുമെന്ന് നോക്കാം. ഓക്കെ, സോ UDL ആയിട്ട് എടുക്കണമെങ്കിൽ ഇതാണ് നമുക്ക് കിട്ടേണ്ട വാല്യൂ, kN/m. ഓക്കെ, സോ kN/m. അപ്പോൾ UDL ആയിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് കോൺക്രീറ്റിൻ്റെ സെൽഫ് വെയ്റ്റ്, അതായത് കോൺക്രീറ്റിൻ്റെ യൂണിറ്റ് വെയ്റ്റ് എന്ന് വെച്ചാൽ 25 kN/m² ആണ് കോൺക്രീറ്റിൻ്റെ ഡെൻസിറ്റി. Okay, so density of concrete is basic density formula apply ചെയ്താൽ മതി. We know density is equal to mass by volume. Okay, നമുക്കപ്പോൾ mass ആണ്, weight ആണ് calculate ചെയ്യേണ്ടത്. So what is weight? Density into volume will give us the mass. ഓക്കെ, ഡെൻസിറ്റി എന്ന് വെച്ചാൽ കോൺക്രീറ്റ് സ്ട്രക്ചർ ആണ്. സോ കോൺക്രീറ്റിൻ്റെ ഡെൻസിറ്റി എന്ന് വെച്ചാൽ 25 kN/m³ ആണ്. ഓക്കെ, ഇഫ് 25 kN/m³ ഇസ് ദ ഡെൻസിറ്റി ഓഫ് ദി കോൺക്രീറ്റ് ആൻഡ് വോളിയം ഓഫ് കോൺക്രീറ്റ് എന്ന് വെച്ചാൽ നമുക്കിവിടെ kN/m കിട്ടേണ്ടത്. ഓക്കെ, സോ അതായത് പെർ മീറ്റർ എന്ന് വെച്ചാൽ ഒരു മീറ്റർ ലെങ്ത്തിൽ എത്രയാണ്. ഓക്കെ, സോ ഫോർ 1 മീറ്റർ എത്രയാണ് വെയിറ്റ് എന്നാണ് കിട്ടേണ്ടത്. ഓക്കെ, സോ വി ക്യാൻ കാൽക്കുലേറ്റ് B ഇൻറ്റു D ഇൻറ്റു 1. വോളിയം എന്ന് വെച്ചാൽ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ, ഡെപ്ത് ആണ് വോളിയം. സോ ലെങ്ത് നമുക്ക് 1 ആയിട്ട് കൊടുക്കാം. ബ്രെഡ്ത്ത്, വാട്ട് വിൽ ബി ദ ബ്രെഡ്ത്ത്? B ആൻഡ് ദ ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് വെച്ചാൽ ക്യാപിറ്റൽ D. സോ B ഇൻറ്റു D ഇൻറ്റു 1 അതാണ് വോളിയം. Okay, so density into volume will give us the mass അല്ലെങ്കിൽ self weight, dead load. Okay, അപ്പോൾ dead loadൻ്റെ വാല്യൂ എന്താണ്? BD into 25. Okay, ഇത് kN/m³. again B into D എന്ന് വെച്ചാൽ രണ്ടും mm-ലാണ്. സോ mm² എന്ന് കിട്ടും. ഓക്കെ, സോറി, 2 മീറ്ററിലാണ് എഴുതേണ്ടത്. സോ ഇവിടെ m² എന്ന് കിട്ടും, m². ആൻഡ് ഇവിടെ ഒരു m³ ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുക. സോ kN/m ആയിരിക്കും ഇവിടെ കിട്ടുന്ന യൂണിറ്റ്. ഓക്കെ, സോ നമുക്ക് ഡെഡ് ലോഡ് വേണ്ടത് ഏത് യൂണിറ്റിലാണ്? kN/m. സോ ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അഗെയിൻ ലൈവ് ലോഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. ആൻഡ് സോ ടോട്ടൽ ലോഡ് എന്ന് വെച്ചാൽ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ആണ്. അഗെയിൻ ഈ ടോട്ടൽ ലോഡ് ദാറ്റ് ഈസ് ദ വർക്കിംഗ് ലോഡ്. ഈ വർക്കിംഗ് ലോഡിനെ നമുക്ക് ഡിസൈൻ ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് ഒരു ലോഡ് ഫാക്ടർ ഉണ്ട് 1.5. സോ ലോഡ് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ 1.5 is the load factor. So design load is equal to 1.5 into total load. Again step 5 എന്ന് വെച്ചാൽ നമുക്ക് ലോഡ് അറിയാം ആൻഡ് ഇഫക്റ്റീവ് സ്പാനും അറിയാം. അങ്ങനെയാണെങ്കിൽ ബെൻഡിങ് മൊമെൻ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ അതായത് ഒരു ഗിവൺ ലോഡിങ്ങിനും സപ്പോർട്ട് കണ്ടീഷൻസിനും എന്തൊക്കെയാണ് ബെൻഡിങ് മൊമെൻറ്റ് വരുന്നതെന്നുള്ള ഇക്വേഷൻസ് നമുക്കറിയാം. ഓക്കെ, സോ ആ ഇക്വേഷൻസ് വെച്ച് ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അഗെയിൻ നമുക്കപ്പോൾ ആ ഒരു ഗിവൺ അതായത് നമുക്ക് കണ്ടുപിടിച്ച ആ ബെൻഡിങ് മൊമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ബാർ ആണ് ഡിസൈൻ ചെയ്യേണ്ടത്, റീബാർസ് ആണ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ചെക്ക് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത ബെൻഡിങ് മൊമെൻറ്റ് MU, ഈ MU ലിമിറ്റിനേക്കാളും, സോ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ് അണ്ടർ റീഇൻഫോഴ്സ്ഡ് സ്ട്രക്ചർ ആകുന്നത്. ഓക്കെ, അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആകുന്നത്. സോ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. സോ ആദ്യം അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് ദ ചെക്ക് ഫോർ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതാണ് ഇത്. സോ MU ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ദി മൊമെൻ്റ് എന്ന് വെച്ചാൽ KFCK/BD² ആണ്. ഈ കെയുടെ വാല്യൂ ദറ്റ് ഇസ് ഗിവൺ ഇൻ ടേബിൾ C of SP16. ഓക്കെ, സോ അത് ചെക്ക് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത ബെൻഡിങ് മൊമെൻ്റ് ആണ് MU, മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. ആൻഡ് MU ലിമിറ്റ് എന്ന് വെച്ചാൽ മാക്സിമം വാല്യൂ. ഓക്കെ, ലിമിറ്റിംഗ് വാല്യൂ ആണ്. അപ്പോൾ ഈ ലിമിറ്റിംഗ് വാല്യൂവിനേക്കാളും ലെസ് ആണെങ്കിൽ ദ സെക്ഷൻ വിൽ ബി അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. ഓക്കെ, ദെൻ ഫൈൻഡ് AST. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു കണ്ടീഷൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ, അതായത്
റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ നമ്മൾ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻറ്റിൻ്റെ ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ അനാലിസിസിൽ എന്താ ചെയ്യുന്നത്, MU ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് MU എന്നുള്ള വാല്യൂ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു സ്റ്റെപ്പ് 5 നിന്ന്. അപ്പോൾ ആ സ്റ്റെപ്പ് 5 നമുക്ക് കിട്ടിയ MUൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് ഇവിടെ നിന്ന് നമ്മൾ AST ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. റിമൈനിങ് B, D എല്ലാം നമുക്കറിയാം. ആൻഡ് ഹിയർ ദ അൺനോൺ വാല്യൂ ഇസ് AST. ഓക്കെ, സോ AST കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് ഈ കിട്ടിയ നമുക്കിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത AST അത് മിനിമത്തിനേക്കാളും കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, സോ അതിൻ്റെ ഇക്വേഷനാണ് 26.5.1.1 എയിൽ തന്നിട്ടുണ്ട്. സോ അത് ചെക്ക് ചെയ്യുക. ഓക്കെ, ദെൻ ഫൈൻഡ് ദി നമ്പർ ഓഫ് ബാർസ്. സോ നമ്പർ ഓഫ് ബാർസ് എന്ന് വെച്ചാൽ ടോട്ടൽ ഏരിയ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് എ സിംഗിൾ ബാർ. അപ്പോൾ ഒരു സിംഗിൾ ബാറിന് നമ്മൾ അതായത് ഏത് ബാറാണ് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളത് കൊടുക്കുക. സോ യൂഷ്വലി ബീമിനൊക്കെ ആണെങ്കിൽ 12, 16, 20 ഒക്കെയാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, സോ പ്രൊവൈഡ് 12 mm ബാറിനോ 16 mm ബാറിനോ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഓരോന്ന് അനുസരിച്ച്, അതായത് 12 mm ബാറാണെങ്കിൽ നമ്പർ ഓഫ് ബാർസ് കൂടുതലായിരിക്കും. ഓക്കെ, 16 ആണെങ്കിൽ അപ്പോൾ ഓരോന്നിനും ഡിഫറെൻറ്റ് ഡയമീറ്റർ ആണ്. ഓക്കെ, സോ അത് അനുസരിച്ചിട്ടായിരിക്കും നമ്പർ ഓഫ് ബാർ കിട്ടുക. സോ എല്ലാവർക്കും സെയിം നമ്പർ ഓഫ് ബാർസ് കിട്ടണം എന്നില്ല. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഡയമീറ്റർ യു ആർ ചൂസിങ്. ഓക്കെ, ആൻഡ് അതുകൊണ്ട് ഒരാൾക്ക് ഇപ്പോൾ ഡിഫറെൻറ്റ് ആൻസേഴ്സ് കിട്ടിയെന്ന് വെച്ചിട്ട് ദാറ്റ് ഈസ് നോട്ട് റോങ്. അപ്പം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചെയ്തപ്പോൾ യു ആർ ഗെറ്റിംഗ് എ ഡിഫറെൻറ്റ് വാല്യൂ ഫ്രം അതേഴ്സ്. ഓക്കെ, അപ്പോൾ അത് ഡിസൈനിൽ അതൊരു പ്രശ്നമല്ല. ബിക്കോസ് ഇഫ് യു ആർ നമ്മൾ ഈ കറക്റ്റ് ഈ ഒരു റേഞ്ചിലുള്ള ഡയമീറ്ററാണ് പ്രൊവൈഡ് ചെയ്തതെങ്കിൽ വി ആർ ഗെറ്റിംഗ് ആ ഒരു കറസ്പോണ്ടിങ് വാല്യൂസ് ആയിരിക്കും നമുക്ക് നമ്പർ ഓഫ് ബാർസ് ആയിട്ട് കിട്ടുക. ആൻഡ് ഇപ്പോൾ അത് ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും കിട്ടുക, എന്നാലും ദ ആൻസർ വിൽ ബി ഫൈൻ. ഓക്കെ, സോ സ്ട്രക്ചറൽ ഡീറ്റെയിലിംഗ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചറൽ ഡീറ്റെയിലിങ്ങിൽ നമ്മൾ അതായത് ഒരു ഫുൾ ലെങ്ത്ത് കാണിച്ചിട്ട് ലോങ്ങിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് കാണിച്ചിട്ടുള്ളൊരു ഡയഗ്രാമും വരയ്ക്കണം. അതുപോലെ അതിൻ്റെ സെക്ഷനൽ ഡയമെൻഷനിങ്ങും ചെയ്യണം. ഓക്കെ, സെക്ഷനും കാണിക്കണം, അതുപോലെ തന്നെ സ്ട്രക്ചറൽ ബീമിൻ്റെ ഈ ഡീറ്റെയിലിങ്ങും കാണിക്കണം. ലോങ്ങിറ്റ്യൂഡിനലും അതുപോലെ ട്രാൻസ്വേഴ്സും, സെക്ഷനലും അതുപോലെ ലോങ്ങിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റും. ഓക്കെ, സോ ബീം നമുക്കൊരു എത്ര ഡയമെൻഷൻ, ബീമിൻ്റെ ഡയമെൻഷൻസ് ഓൾറെഡി അറിയാം, B, D ആൻഡ് എഫക്റ്റീവ് ഡെപ്ത്ത്. ഓക്കെ, സോ ഈ ഒരു ഡെപ്ത്ത്, ഓവറോൾ ഡെപ്ത്ത് വെച്ചിട്ടൊരു ബീം വരയ്ക്കുക. ഓക്കെ, അഗെയിൻ ബീമിൻ്റെ സപ്പോർട്ടിൻ്റെ വിഡ്ത്ത് നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ അസ്യൂം ചെയ്യുക 230 200 എന്നൊക്കെ അസ്യൂം ചെയ്യാം. ഓക്കെ, അഗെയിൻ അതിൻ്റെ ക്ലിയർ സ്പാൻ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ എഫക്റ്റീവ് സ്പാൻ എന്ന് വെച്ചാൽ ആണ് എഫക്റ്റീവ് സ്പാൻ. ഓക്കെ, എഫക്റ്റീവ് സ്പാൻ മാർക്ക് ചെയ്യുക. ദെൻ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ഒരു ബീം എടുക്കുകയാണെങ്കിൽ ബീമിൽ ടെൻഷൻ സൈഡിൽ ഇങ്ങനെ ആയിരിക്കും റീഇൻഫോഴ്സ്മെൻറ്റ് പോവുക. അപ്പോൾ ആ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, ദെൻ കംപ്രഷൻ സൈഡിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതായത് സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം ആണെങ്കിൽ പോലും കംപ്രഷൻ സൈഡിലും നമ്മൾ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യും ഹോൾഡ് ചെയ്യാനായിട്ട്. സോ ആ ബാർസിനെ ഹോൾഡർ ബാർസ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഹോൾഡർ ബാർസ്. സോ അത് നമ്മൾ ഒരു 2 ഹോൾഡർ ബാർസ് പ്രൊവൈഡ് ചെയ്യും. ആ ഹോൾഡർ ബാർസ് എന്തിനാണെന്ന് വെച്ചാൽ സ്റ്റിറപ്പ് ഹോൾഡ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ നമുക്കിപ്പോൾ സ്റ്റിറപ്പ് ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല, എങ്കിലും സ്റ്റിറപ്പ് കൂടെ കാണിക്കുക. ഡീറ്റെയിൽ ചെയ്യാൻ നേരത്ത് സ്റ്റിറപ്പും കൂടെ കാണിച്ചിരിക്കണം. ഓക്കെ, സോ സ്റ്റിറപ്പ് നിങ്ങൾ ഈ ഫിഗറിലും 2 ഫിഗേഴ്സിലും കാണിക്കുക. അപ്പോൾ ഈ ഒരു ഫിഗറിൽ വരുമ്പോൾ ഇങ്ങനെ വരും സ്റ്റിറപ്പ്. ഓക്കെ, ആൻഡ് ഇങ്ങനെ ഹോൾഡർ ബാർസും കാണിക്കുക. 2 ഹോൾഡർ ബാർസും അതുപോലെ സ്റ്റിറപ്പ്. ഓക്കെ, ദെൻ ഇതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത്, ഇപ്പോൾ നമ്പർ ഓഫ് ബാർസ് 2 ആണെങ്കിൽ ഇവിടെ 2 ബാർ വരയ്ക്കുക. നമ്പർ ഓഫ് ബാർസ് 4 ആണെങ്കിൽ ഇവിടെ 4 ബാർ വരയ്ക്കുക. ഓക്കെ, താഴത്ത് ബോട്ടത്തിൽ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? അടുത്തതായിട്ട് നമുക്ക് ഒരു ഡിസൈൻ പ്രോബ്ലം നോക്കാം. അതായത് സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം സിംപ്ലി സപ്പോർട്ടഡിൻ്റെ ഒരു കേസിലെ സോൾവ് പ്രോബ്ലം. ഓക്കെ, സോ ഡിസൈൻ സിംഗ്ലി
reinforced beam to suit the following data. So ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് ക്ലിയർ സ്പാൻ തന്നിട്ടുണ്ട് 3 മീറ്റർ, വിഡ്ത്ത് ഓഫ് ദി സപ്പോർട്ട് 200 mm and working live load 6 kilonewton per meter and M20 grade FE415. സോ ഇതാണ് തന്നിരിക്കുന്ന ഡേറ്റ. ഓക്കെ, സോ ക്ലിയർ സ്പാൻ എന്ന് വെച്ചാൽ ഇതൊരു ബീം ആണെങ്കിൽ ഈ ബീം സിംപ്ലി സപ്പോർട്ടഡ്, ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് കണ്ടീഷനാണ്. ഓക്കെ, സോ ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ ക്ലിയർ സ്പാൻ എന്ന് വെച്ചാൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വോൾ അല്ലെങ്കിൽ സപ്പോർട്ടിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ക്ലിയർ സ്പാൻ. സോ അത് 3 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് വിഡ്ത്ത് ഓഫ് ദി സപ്പോർട്ട്, വിഡ്ത്ത് എന്ന് വെച്ചാൽ ഈ ഒരു സപ്പോർട്ടിൻ്റെ ഡയമെൻഷൻ. ഓക്കെ, സപ്പോർട്ടിൻ്റെ വിഡ്ത്താണ് തന്നിരിക്കുന്നത് 200 mm. ഓക്കെ, ദെൻ ഇതിൽ ആക്ട് ചെയ്യുന്ന ലൈവ് ലോഡ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു കേസിൽ ആക്ട് ചെയ്യുന്ന ലൈവ് ലോഡ് എൽ ആണ് തന്നിരിക്കുന്നത് 6 kilonewton per meter. ദെൻ ഗ്രേഡ്സും തന്നിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. സോ സ്റ്റെപ്പ് 1 എന്തായിരുന്നു? Step 1 is the grade. We have to select the grade of steel and concrete. അപ്പോൾ ഇത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് കൊണ്ട് we can write M20. So M20 concrete എന്ന് വെച്ചാൽ the characteristic strength of concrete is FCK എന്ന് വെച്ചാൽ 20 Newton per mm square ആണ്. ഓക്കെ, ആൻഡ് FE415 സ്റ്റീൽ ബാർ ആണ്. ഓക്കെ, സോ അതുകൊണ്ട് FY the yield strength is 415 Newton per mm square. ക്ലിയർ? സോ അതാണ് സ്റ്റെപ്പ് 1. സോ ഓരോ സ്റ്റെപ്സും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ പ്രോബ്ലത്തിൽ ആ സെയിം സ്റ്റെപ്പ് തന്നെ എങ്ങനെയാണ് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഓക്കെ, അഗെയിൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഡയമെൻഷൻസ് എന്ന് വെച്ചാൽ ബ്രെഡ്ത്തും ഡെപ്ത്തും, ഡെപ്ത്തിൽ എഫക്റ്റീവ് ഡെപ്ത്തും അതുപോലെ തന്നെ ഓവറോൾ ഡെപ്ത്തും കാൽക്കുലേറ്റ് ചെയ്യണം. സോ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബ്രെഡ്ത്ത് ഓഫ് ദി ബീം, ബ്രെഡ്ത്ത് എന്ന് വെച്ചാൽ വിഡ്ത്ത് ബീമിൻ്റെ. അപ്പോൾ ഇങ്ങനെ ഒരു ബീമാണെങ്കിൽ ഓക്കെ, ഈ ബീമിൻ്റെ വിഡ്ത്ത് ആൻഡ് ഓവറോൾ ഡെപ്ത്ത് ക്യാപിറ്റൽ D. ഓക്കെ, സോ ഇവിടെ ബാർ ഉണ്ടെന്നറിയാം, ഈ ബാറിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എഫക്റ്റീവ് ഡെപ്ത്ത്. അപ്പോൾ ഈ 3 വാല്യൂസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതിൽ ഈ ബി എന്ന് വെച്ചാൽ വിഡ്ത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വിഡ്ത്ത് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ വിഡ്ത്ത് ഓഫ് ദി സപ്പോർട്ടിംഗ് മെമ്പർ. സപ്പോർട്ടിംഗ് മെമ്പർ അതായത് സപ്പോർട്ടിംഗ് കോളോ അല്ലെങ്കിൽ വോളിൻ്റെയോ വിഡ്ത്തിന് സെയിം ആയിരിക്കും അല്ലെങ്കിൽ ഒരു ലെസർ വാല്യൂ ആയിരിക്കും വിഡ്ത്ത് ഓഫ് ദി ബീം. ഓക്കെ, സോ വിഡ്ത്ത് നമുക്ക് എന്തായിട്ട് എടുക്കാം? സോ ദ വിഡ്ത്ത് ഓഫ് ദി ബീം വിൽ ബി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദി വിഡ്ത്ത് ഓഫ് ദി സപ്പോർട്ടിംഗ് സ്ട്രക്ചർ. അപ്പോൾ വിഡ്ത്ത് സപ്പോർട്ടിംഗ് സ്ട്രക്ചറിൻ്റെ വിഡ്ത്ത് 200 mm എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നെങ്കിൽ 200 mm അല്ലെങ്കിൽ അതിനേക്കാളും ലെസർ ആയിട്ടുള്ളൊരു വാല്യൂ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ അഡോപ്റ്റ് നമ്മളിവിടെ 200 mm തന്നെയാണ് എടുത്തിരിക്കുന്നത്. സോ അഡോപ്റ്റ് ടു ബി ഈക്വൽ ടു 200 mm. ഓക്കെ, അഗെയിൻ നമുക്കിനി എഫക്റ്റീവ് സ്പാൻ ടു ഡെപ്ത് റേഷ്യോ, സ്പാൻ ടു ഇഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ. ഓക്കെ, ഈ സ്പാൻ എന്ന് വെച്ചാൽ ക്ലിയർ സ്പാൻ ആണ് കേട്ടോ, ക്ലിയർ സ്പാൻ. സോ ക്ലിയർ സ്പാൻ ടു ഇഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ അത് ക്ലോസ് 23.2.1 തന്നിട്ടുണ്ട്. നമ്മൾ പ്രീവിയസ് ഡിസൈൻ പ്രൊസീജിയറിൽ ക്ലിയർ ആയിട്ട് അത് പഠിച്ചതാണ്. ഓക്കെ, അതായത് സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ L/D റേഷ്യോ ഷുഡ് ബി 20. ഓക്കെ, 20 ആയിരിക്കണം വാല്യൂ. L എന്ന് വെച്ചാൽ ക്ലിയർ സ്പാൻ, D എന്ന് വെച്ചാൽ സ്മോൾ d ദറ്റ് ഈസ് ഇഫക്റ്റീവ് ഡെപ്ത്. ഓക്കെ, സോ L/D റേഷ്യോ 20 ആയിരിക്കണം. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ L വാല്യൂ തന്നിട്ടുണ്ട്, ക്ലിയർ സ്പാൻ തന്നിട്ടുണ്ട്, ആൻഡ് ഇവിടെ അൺനോൺ ആയിട്ടുള്ളത് ഇഫക്റ്റീവ് ഡെപ്ത് ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് ഇഫക്റ്റീവ് ഡെപ്ത്? L/20. ഓക്കെ, സോ ഹിയർ ദി ഇഫക്റ്റീവ് ഡെപ്ത് ഇസ് ഈക്വൽ ടു L/20. L 3 മീറ്റർ എന്ന് പറയുന്നുണ്ട്. സോ 3 മീറ്ററിനെ നമ്മൾ mm കൺവേർട്ട് ചെയ്യുക. ഓക്കെ, mm കൺവേർട്ട് ചെയ്യുക ലെങ്തിന്. സോ 3000 mm ഡിവൈഡഡ് ബൈ 20. അപ്പോൾ D വാല്യൂ കിട്ടും. സോ വാട്ട് വിൽ ബി D വാല്യൂ? 150 mm ആണ് ഇഫക്റ്റീവ് ഡെപ്ത് കിട്ടുന്നത്. ഓക്കെ, സോ ഇഫക്റ്റീവ് ഡെപ്ത് 150 ആണ്. നമ്മളപ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു ഹയർ വാല്യൂ ആക്കി കൊടുക്കുക. ഇഫക്റ്റീവ് ഡെപ്ത് 150 ആണെങ്കിൽ അതിനേക്കാളും ഒരു ഹയർ വാല്യൂ കൊടുക്കുക. ദറ്റ് ഈസ് ഫോർ ദി സേഫ്റ്റി കൺസേൺ. എപ്പോഴും ഡെപ്ത് നമുക്ക് ഒരു ഡെപ്തിൻ്റെ വാല്യൂ കൂടുതലായിരിക്കണം. ഓക്കെ, സോ 150 എന്നുള്ളത് 160 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം.
So adopt D is equal to 160 mm, that is a greater value we have to choose. And നമ്മൾ പറഞ്ഞു effective depth അറിയാമെങ്കിൽ effective depthൻ്റെ കൂടെ ഒരു 40 അല്ലെങ്കിൽ 80 mm ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓവറോൾ ഡെപ്ത് കിട്ടും. ഓക്കെ, സോ വാട്ട് വിൽ ബി ദ ഓവറോൾ ഡെപ്ത്? ഡി പ്ലസ് ഇഫക്റ്റീവ് ഡെപ്ത് പ്ലസ് 40 to 80യുടെ ഏതെങ്കിലും ഒരു വാല്യൂ ഞാനിവിടെ 40 എന്ന് എടുത്തിരിക്കുകയാണ്. സോ 160 പ്ലസ് 40 ദറ്റ് ഈസ് 200 mm. സോ 200 mm ആണ് ഇഫക്റ്റീവ് ഡെപ്ത്. അപ്പോൾ നമുക്ക് 3 വാല്യൂസും കിട്ടി. ദറ്റ് ഈസ് വിഡ്ത്ത് വാല്യൂ കിട്ടി, ദറ്റ് ഈസ് 200. ഓക്കെ, വിഡ്ത്ത് ഈസ് 200 mm and effective depth 160 എന്ന് കിട്ടി and overall depth 200 എന്നും കിട്ടി. ഓക്കെ, ക്ലിയർ? സോ നെക്സ്റ്റ് സ്റ്റെപ്പ് 3 ഇഫക്റ്റീവ് സ്പാൻ. ഇഫക്റ്റീവ് സ്പാൻ ആണ്, അത് ക്ലോസ് 22.2a തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് ഇഫക്റ്റീവ് സ്പാൻ ഈസ് ദ ലോവർ ഓഫ് രണ്ട് വാല്യൂസിൻ്റെ ലോവർ വാല്യൂസ് ആണ് ഒന്നെങ്കിൽ ക്ലിയർ സ്പാൻ പ്ലസ് ഇഫക്റ്റീവ് ഡെപ്ത് or the center to center distance between the support. Okay, ഇവിടെ clear span 3000 ആണ്. Okay, clear span is 3000, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് 3000 ആണ്. ആൻഡ് ഇഫക്റ്റീവ് ഡെപ്ത് സ്മോൾ ഡി വി ഹാവ് കാൽക്കുലേറ്റഡ് ഇറ്റ് ആസ് 160. നമ്മൾ 160 ആണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഡെപ്ത്. സോ എഫക്റ്റീവ് ഡെപ്ത് സോ 160. ഓക്കെ, എഗെയിൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, അതായത് MM-ലാണെങ്കിൽ MM-ൽ തന്നെ എടുക്കുക. ഓക്കെ, 3000 അതായത് ലെങ്ത് നമ്മൾ ഈ ക്ലിയർ സ്പാൻ MM-ലാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ ഡെപ്തും MM-ൽ തന്നെ എടുക്കുക. സോ 3000 പ്ലസ് 160 വിച്ച് വിൽ ഗിവ് us 3160 mm, ഓർ അതിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 3.16 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അഗെയിൻ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സപ്പോർട്ട് എന്ന് വെച്ചാൽ ഈ രണ്ട് സപ്പോർട്ടിൻ്റെയും സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. ഓക്കെ, സപ്പോർട്ടിൻ്റെ വിഡ്ത്ത് അറിയാം 200 ആണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ എന്ന് വെച്ചാൽ 200/2 ആൻഡ് ദിസ് ഇസ് ഓൾസോ 200/2. ഓക്കെ, സോ 3000ൻ്റെ കൂടെ 200/2 200/2 ആഡ് ചെയ്യുക. സോ ദറ്റ് ഈസ് 3200 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടി, 3160 ആൻഡ് 3200. അപ്പോൾ ഇതിൽ ലോവസ്റ്റ് വാല്യൂ 3160 ഓർ 3.16 മീറ്റർ ആണ്. സോ ഇതാണ് നമ്മുടെ എഫക്റ്റീവ് ഡെപ്ത്. LE വാല്യൂ എന്ന് വെച്ചാൽ 3.16. ക്ലിയർ? സോ എഫക്റ്റീവ് സ്പാൻ 3.16 എന്ന് എടുക്കുക. അഗെയിൻ ലോഡ് കാൽക്കുലേഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് ലോഡ് കാൽക്കുലേഷൻ ആണ്. സോ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ലൈവ് ലോഡ് മാത്രമേ തന്നിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ ഈ ലൈവ് ലോഡ് വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, അഗെയിൻ നമുക്ക് ഡെഡ് ലോഡ് ഓർ സെൽഫ് വെയ്റ്റ്, കാരണം ഏതൊരു ബീമിനാണെങ്കിലും അതിൻ്റെ സ്വന്തം വെയ്റ്റും കൂടെ അതിലേക്ക് ആക്ട് ചെയ്യും. ഓക്കെ, സോ ആ ഡെഡ് ലോഡ് ഓർ സെൽഫ് വെയ്റ്റ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ഡിസൈൻ പ്രൊസീജിയറിൽ പറഞ്ഞിരുന്നു. ദറ്റ് ഈസ് വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ഓക്കെ, അതായത് ഈ വെയ്റ്റ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി. അഗെയിൻ വോളിയം എന്ന് വെച്ചാൽ എന്തായിരുന്നു? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത്. സോ ലെങ്ത് ഇവിടെ നമ്മൾ 1 മീറ്റർ ആയിട്ട് എടുക്കുക. ഓക്കെ, അതായത് പെർ മീറ്റർ ലെങ്ത്തിലെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ 1 മീറ്റർ ആയിട്ട് എടുക്കുക. ബ്രെഡ്ത്ത് വി ഹാവ് ഓൾറെഡി ഫൗണ്ട് ഔട്ട് ആൻഡ് ഓവറോൾ ഡെപ്തും അറിയാം. ആൻഡ് യൂണിറ്റ് വെയ്റ്റ്, കോൺക്രീറ്റിൻ്റെ യൂണിറ്റ് വെയ്റ്റ് എന്ന് വെച്ചാൽ 25. ഓക്കെ, കോൺക്രീറ്റിൻ്റെ ഡെൻസിറ്റി എന്ന് വെച്ചാൽ 25 kN/m³ ആണ്. സോ യൂണിറ്റ് വെയ്റ്റ് വെച്ച് 25 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അഗെയിൻ ഇതിലെ വാല്യൂസ് മീറ്ററിലാണ് എടുക്കേണ്ടത്. സോ ബ്രെഡ്ത്ത് വാല്യൂ നമുക്കറിയാം 200 mm ആണ്. 200 mm മീറ്റർ ആക്കുക. ഓക്കെ, ദറ്റ് ഈസ് 0.2 ആൻഡ് ഓവറോൾ ഡെപ്ത്ത് 200 ആയിരുന്നു. സോ അതിനെയും വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു മീറ്റർ. സോ 0.2. ഓക്കെ, മീറ്ററിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുക? സോ 1 മീറ്റർ ഇസ് ഈക്വൽ ടു 1000 mm. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 mm ഇസ് ഈക്വൽ ടു 10⁻³ മീറ്റർ. അപ്പോൾ നമുക്ക് 200 mm എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും? 200 ഇൻറ്റു 10⁻³ ദറ്റ് ഈസ് 0.2 മീറ്റർ. ഓക്കെ, അങ്ങനെയാണ് 0.2 വന്നത്. ക്ലിയർ? സോ യൂണിറ്റ് വെയ്റ്റ് അറിയാം. അങ്ങനെയാണെങ്കിൽ വി ഗെറ്റ് ദ വാല്യൂ ആസ്, അപ്പോൾ ഡെഡ് ലോഡിൻ്റെ വാല്യൂ 1 എന്ന് കിട്ടി. ലൈവ് ലോഡ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 7. 6 + 1 7 kN/m ആണ് ടോട്ടൽ UDL. ഓക്കെ, ഇതിൻ്റെ കൂടെ ലോഡ് ഫാക്ടറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് 1.5 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക.
സോ 7 ഇൻറ്റു 1.5. സോ ഇതായിരിക്കും നമ്മുടെ ടോട്ടൽ UDL വാല്യൂ. ഓക്കെ, അതായത് ഈ കണ്ടീഷൻ എന്ത് വരും? സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL. UDL W is equal to 10.5 kilonewton per meter. ഓക്കെ, സോ UDL ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതിൽ ലെങ്ത്ത് എഫക്റ്റീവ് ലെങ്ത് ആയിട്ട് എടുക്കുക. WU എന്നുള്ളത് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ ലോഡ്, ടോട്ടൽ ഫാക്ടേർഡ് ലോഡ് അല്ലെങ്കിൽ ഡിസൈൻ ലോഡ്. ഓക്കെ, സോ WU ഇൻറ്റു LE സ്ക്വയർ ബൈ 8, അതായത് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL. അപ്പോൾ അതിൻ്റെ മാക്സിമം ലോഡ് എത്രയാണ്? WL സ്ക്വയർ ബൈ 8. ഇവിടെ W എന്ന് വെച്ചാൽ WU ആൻഡ് L എന്ന് വെച്ചാൽ എഫക്റ്റീവ് ലെങ്ത്. ഓക്കെ, LE. സോ W 10.5, L is 3.16 divided by 8. അപ്പോൾ നമുക്ക് കിലോ ന്യൂട്ടൺ മീറ്ററിലൊരു വാല്യൂ കിട്ടും. ദറ്റ് ഈസ് ദ ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, അഗെയിൻ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇവിടെ ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് സ്റ്റെപ്പ് 6 ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അണ്ടർ റീഇൻഫോഴ്സ്ഡ് ബീമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. Okay, so it is desirable to design the beam as under reinforced, and under reinforced beam in the case എന്ന് വെച്ചാൽ MU should be less than MU limit. Okay, and what is MU limit? Limiting value for moment of resistance is equal to K into FCK BD square. ഈ കെയുടെ വാല്യൂ ദറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഗ്രേഡിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് ടേബിൾ സിയിൽ നിങ്ങൾ നോക്കുക. ഓക്കെ, SP16 ടേബിൾ സിയിൽ നോക്കുമ്പോഴത്തേക്ക് 0.138 എന്ന് കിട്ടും. അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ ആസ് പെർ ദി ഗ്രേഡ് 0.138 എന്ന് കിട്ടും. ആൻഡ് സോ 138 ഇൻറ്റു 20 ദറ്റ് ഈസ് ദ FCK M20 ആണ്. സോ 20 ആൻഡ് B ഈസ് 200 ആൻഡ് D ഈസ് എഫക്റ്റീവ് ഡെപ്ത് എന്ന് വെച്ചാൽ 160 ആണ്. സോ 160 സ്ക്വയർ. ഓക്കെ, ഇത് എല്ലാം ഇവിടെ നമ്മൾ FCK നമുക്കറിയാം ന്യൂട്ടൺ പെർ MM സ്ക്വയറിലാണ് വാല്യൂ, അല്ല ന്യൂട്ടൺ പെർ MM സ്ക്വയറിലാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം MM-ലേക്ക് ആക്കുക. അഗെയിൻ ഇതിനെ നമുക്ക് കിലോ ന്യൂട്ടൺ മീറ്ററിലേക്ക് ആക്കാനായിട്ട് മൾട്ടിപ്ലൈ ബൈ 10⁻⁻⁶. ഓക്കെ, അതായത് ഓരോ വാല്യൂസും മൾട്ടിപ്ലൈ ചെയ്യുക. FCK ന്യൂട്ടൺ പെർ MM സ്ക്വയർ. ഓക്കെ, സോ അതായത് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അതായത് ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് വെച്ചാൽ 14.13 ഇൻറ്റു 10⁻⁶ ന്യൂട്ടൺ MM എന്നായിരിക്കും കിട്ടുക. അതിനെ ഇൻറ്റു 10⁻⁻⁶ എന്നാക്കുമ്പോഴാണ് ഈ ഒരു വാല്യൂ കിട്ടുക. ഓക്കെ, അതായത് ന്യൂട്ടൺ MM-നെ കിലോ ന്യൂട്ടൺ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. ക്ലിയർ? സോ കൺവേർഷൻസ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് MU ഷുഡ് ബി ലെസ് ദാൻ 14.13 ആണെന്ന് നോക്കുക. ഹെൻസ് ഇറ്റ് ഈസ് അണ്ടർ റീഇൻഫോഴ്സ്ഡ്. അഗെയിൻ ഇവിടെ അണ്ടർ റീഇൻഫോഴ്സ്ഡ് അല്ല എങ്കിൽ നമ്മൾ ബിയും ഡിയും വാല്യൂ മാറ്റണം. ഓക്കെ, സോ ഡെപ്ത് വി ക്യാൻ അസ്യൂം ഈ ഡെപ്ത് വാല്യൂ കൂടുതലായിട്ട് അസ്യൂം ചെയ്യുക. ഓക്കെ, ഓവറോൾ ഡെപ്തും അതുപോലെ വിഡ്ത്തും. സോ ഓവറോൾ ഡെപ്തിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതാണ് നമുക്ക് റീഡിസൈൻ ചെയ്യാനായിട്ട് പറയുകയാണെങ്കിൽ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ അല്ലെങ്കിൽ ഇഫ് ദിസ് ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ് ദെൻ വി ഹാവ് ടു ഈ ഡി വാല്യൂ മാറ്റുക. ക്ലിയർ? സോ നെക്സ്റ്റ് ഇസ് രണ്ടാമത്തെ കേസ്. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യുക. ദെൻ ചെക്ക് ചെയ്തിട്ട് അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണെങ്കിൽ ഓക്കെ വി ഹാവ് ടു കണ്ടിന്യൂ വിത്ത് ദ ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ്. അതായത് ആ ഗിവൺ ബെൻഡിങ് മൊമെൻറ്റിന് എത്ര സ്റ്റീൽ ബാൾസ് പ്രൊവൈഡ് ചെയ്യണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഡയറക്റ്റ് MUവിൻ്റെ ഇക്വേഷനിലേക്ക്, മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻറ്റിൻ്റെ ഇക്വേഷനിലേക്ക്, ഇവിടെ അൺനോൺ ആയിട്ടുള്ളത് AST ആണ്. ഓക്കെ, MU എന്ന് വെച്ചാൽ ബെൻഡിങ് മൊമെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ആണ് MU, അല്ലാതെ MU ലിമിറ്റ് അല്ല. ഓക്കെ, സോ ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ ആണ് MU ആയിട്ട് കൊടുക്കേണ്ടത്. ആൻഡ് FY is 415 and D is equal to effective depth. FY 415 and B is 200, D 160, FCK 20. ഓക്കെ, ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ASTയുടെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സോ AST അറൗണ്ട് 276
mm² എന്ന് കിട്ടും. കാരണം ഇതിലെല്ലാം mmൻ്റെ വാല്യൂ Fy എന്ന് വെച്ചാൽ 415 Newton/mm² ആണ്. അപ്പോൾ എല്ലാം mmൽ തന്നെ കൺവേർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാം mmൽ തന്നെ കൺവേർട്ട് ചെയ്യുക. സോ mm² ഒരു വാല്യൂ കിട്ടും. സോ ഈ AST എന്ന് വെച്ചാൽ ടോട്ടൽ നമുക്ക് വേണ്ട ഏരിയ ഓഫ് ദി ബാർ ആണ് തന്നിരിക്കുന്നത്. അഗെയിൻ നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഈ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത AST വാല്യൂ മിനിമത്തിനേക്കാളും കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യുക. കാരണം ഏതൊരു ബീമിനും ഒരു മിനിമം വാല്യൂ ഉണ്ട്. സോ ആ മിനിമം വാല്യൂവിനേക്കാളും കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ മിനിമം വാല്യൂവിനേക്കാളും കുറവാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമുക്ക് മിനിമം വാല്യൂ എന്ന് പറഞ്ഞ് കിട്ടുന്നത്, സോ ഫ്രം ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മിനിമം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. 0.85 ഇൻറ്റു B ഇൻറ്റു D/Fy. സോ 65.54 ആണ് കിട്ടുന്നത്. ഓക്കെ, സോ മിനിമം ഇത്രയെങ്കിലും റീഇൻഫോഴ്സ്മെൻറ്റ് വേണമെന്നാണ് കിട്ടുന്നത്. ആൻഡ് മിനിമത്തിനേക്കാളും കൂടുതലാണ്. സോ നമുക്ക് ഈ AST പ്രൊവൈഡ് ചെയ്യാം. AST 276 എന്ന് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അഗെയിൻ ഈ വാല്യൂ ഇപ്പോൾ സപ്പോസ് ഞാനൊരു കണ്ടീഷൻ പറയുകയാണ്. അതായത് സപ്പോസ് നമുക്ക് ഈ വാല്യൂ കിട്ടിയത് ഒരു 50 ആണെന്ന് വിചാരിക്കാം. ഈ ഒരു വാല്യൂ 50 ആണ് കിട്ടിയതെന്ന് വിചാരിക്കാം. സോ അങ്ങനെ 50 ആണ് കിട്ടിയതെങ്കിൽ ഇവിടുത്തെ മിനിമം വാല്യൂ എത്രയാണ്? 65 ആണ് മിനിമം വാല്യൂ. സോ മിനിമം നമ്മൾ ഈ ഒരു റീഇൻഫോഴ്സ്മെൻ്റ് എങ്കിലും പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, സോ 50 ആണ് കിട്ടുന്നതെങ്കിൽ 50 മിനിമം അല്ലല്ലോ. അപ്പം മിനിമം വാല്യൂ എന്ന് വെച്ചാൽ 65 ആണ്. സോ ഈ വാല്യൂ വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഈ ഒരു മിനിമം വാല്യൂ 65 വേണം ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, കാരണം 50 നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം മിനിമം റിക്വയർഡ് എന്ന് വെച്ചാൽ 65 ആണ്. സോ 65 എങ്കിലും മിനിമം പ്രൊവൈഡ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് 50 ആണ് നമുക്ക് ഇൻ കേസ് ഇവിടെ കിട്ടുന്നതെങ്കിൽ, അതായത് 65യേക്കാളും ലെസ്സറായിട്ടുള്ളൊരു വാല്യൂ ആണെങ്കിൽ 65 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് വേണ്ടത് 276 ആണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ മിനിമം. സോ ഈ AST വാല്യൂ ഓക്കെ ആണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ഇസ് ഓക്കെ. അഗെയിൻ ആ വാല്യൂ വെച്ചിട്ട് നമ്പർ ഓഫ് ബാർസ് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്പർ ഓഫ് ബാർസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ AST ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് 1 ബാർ. അപ്പോൾ ഞാനിവിടെ 12 mm ഡയമീറ്റർ ബാറാണ്. നിങ്ങൾക്ക് 16 mm ഡയമീറ്റർ യൂസ് ചെയ്യാം. ഓക്കെ, ദർ ഇസ് നോ ഇഷ്യൂസ്. 16 or 20 യൂസ് ചെയ്യാം. സോ ഐ ഹാവ് പ്രൊവൈഡഡ് 12 mm ഡയമീറ്റർ ബാർസ്. സോ 12 mm ഡയമീറ്റർ ബാർസ് ഇപ്പോൾ മിനിമം, അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഇപ്പോൾ ഇവിടെ എനിക്ക് കിട്ടിയത് 3 bars ആണ്. സോ 3 bars എനിക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും അല്ലേ? അപ്പോൾ നിങ്ങളും ഇവിടെ ചെയ്യുമ്പോഴത്തേക്ക് മിനിമം 2 എങ്കിലും വേണം. ഓക്കെ, കാരണം നമ്മളിപ്പോൾ ഒരു 20 mm ഡയമീറ്റർ കൊടുക്കുമ്പോഴത്തേക്ക് 2 എങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലാതെ നമുക്കിപ്പോൾ ഒരു സിംഗിൾ ബാറായിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, സോ മിനിമം 2 ബാറെങ്കിലും കിട്ടുന്ന രീതിയിൽ വേണം പ്രൊവൈഡ് ചെയ്യാൻ. 2 bars എങ്കിലും കിട്ടുന്ന രീതിയിൽ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു 12 mm ഡയമീറ്റർ ബാർ ചൂസ് ചെയ്യുക. സോ ഏരിയ ഓഫ് 1 ബാർ എന്ന് വെച്ചാൽ π/4 ഇൻറ്റു 12². ഓക്കെ, ഒരു 12 mm ബാറിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ 12 mm ബാർ ആണെങ്കിൽ അതിൻ്റെ ഏരിയ π/4 ഇൻറ്റു ഡയമീറ്റർ 12². ഓക്കെ, ക്ലിയർ? സോ 3 bars എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ 3 bars ആണ്. 3 bars എന്ന് കിട്ടുന്നതെന്ന് വെച്ചാൽ മെയിൻ ബാറാണ് 3. ഓക്കെ, അഗെയിൻ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ചെയ്യുക. ഓക്കെ, സോ സ്റ്റെപ്പ് 7 ഇസ് സ്ട്രക്ചറൽ ഡീറ്റെയിലിംഗ്. അതായത് നമ്മൾ ആദ്യം ബീം, അതായത് ടോട്ടൽ ലെങ്ത് വരയ്ക്കുക, ബീമിൻ്റെ ക്ലിയർ സ്പാൻ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇഫക്റ്റീവ് സ്പാൻ മാർക്ക് ചെയ്യുക. സോ ഈ ഒരു ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക, ദറ്റ് ഇസ് 200. ദെൻ ബീമിൻ്റെ ഓവറോൾ ഡെപ്ത്ത്, ഓക്കെ, ബീമിൻ്റെ ഓവറോൾ ഡെപ്ത്ത് 200 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്യുക. അഗെയിൻ നെക്സ്റ്റ് ഇസ് റീഇൻഫോഴ്സ്മെൻറ്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, അതായത് ഒരു ലോവർ റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ട്. ദെൻ ഇത് ഹോൾഡർ ബാർസ് ആണ്. അതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിറപ്പ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സ്റ്റിറപ്പും കാണിക്കുക. സ്റ്റിറപ്പ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടില്ല. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിസൈൻ ചെയ്ത് ഞാൻ ചോദിച്ചാൽ മാത്രം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്താൽ മതി. ഓക്കെ, സോ അങ്ങനെ ഡിസൈൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അവിടെ ടോബി ടോസിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സെയിം സ്റ്റെപ്പ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ച സെയിം സ്റ്റെപ്സ് ആണ് ചെയ്യേണ്ടത്. ഇവിടെ ഷിയർ ഫോഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എടുത്താൽ മതി. ഓക്കെ, അതിൻ്റെ പ്രോബ്ലം നമുക്ക് ചെയ്യാം, നെക്സ്റ്റ് വരുന്ന ദിവസങ്ങളിൽ ചെയ്യാം. സോ ഇത് ക്ലിയർ അല്ലേ? അപ്പോൾ സ്റ്റിറപ്പ്
അതായത് ക്വസ്റ്റ്യനിൽ നമ്മൾ സ്റ്റിറപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലെങ്കിലും ഇങ്ങനെ സ്റ്റിറപ്പ് കാണിക്കുക. ഓക്കെ, again then what we have to do, okay, then ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഏതെങ്കിലും ഒരു സെക്ഷൻ്റെ ഡയമെൻഷൻ വേണം വരയ്ക്കാൻ. അതായത് ആദ്യം ഓവറോൾ ഡെപ്ത് നമുക്കറിയാം 200, ദിസ് ഈസ് ഓൾസോ 200. ഓക്കെ, ആൻഡ് എഫക്റ്റീവ് ഡെപ്ത് എന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്റർ തുടങ്ങി ഈ എക്സ്ട്രീം എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് 160. അപ്പോൾ ഡയമെൻഷൻസ് ഒക്കെ മാർക്ക് ചെയ്യുക. ഓക്കെ, ദെൻ സ്റ്റിറപ്സ് വരയ്ക്കുക. ഈ സ്റ്റിറപ്പിൻ്റെ ഉള്ളിലായിട്ട്, അപ്പോൾ സ്റ്റിറപ്പ് വരയ്ക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ ഹുക്കും കൂടെ കാണിക്കുക. കേട്ടല്ലോ. ദെൻ ഇതാണ് മെയിൻ ബാർസ്. 3 ബാറാണ് നമുക്ക് കിട്ടിയത് ലാസ്റ്റിൽ. അപ്പോൾ 3 ബാർ 12 mm ഡയമീറ്റർ ആണ്, അത് ഇവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ ഈ 3 ബാർസ് 12 mm ഡയമീറ്റർ ബാർസ് ആണെന്ന് 2 ഫിഗറിലും കാണിക്കണം. അതുപോലെ ഹോൾഡർ ബാർസ്, ഇതാണ് ഹോൾഡർ ബാർ. ഓക്കെ, ഈ 2 ബാർസ് ഹോൾഡർ ബാർസ്. ദെൻ ദിസ് ഇസ് ദ സ്റ്റിറപ്പ്. ഓക്കെ, ഇതാണ് സ്റ്റിറപ്പ്. അപ്പോൾ ഇതെല്ലാം ലേബൽ ചെയ്യുക. ഓക്കെ, കറക്റ്റായിട്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് സ്ട്രക്ചറൽ ഡീറ്റെയിലിങ്ങിൽ വേണ്ടത്. അപ്പോൾ ഈ ഒരു ഫിഗർ നല്ല വൃത്തിയായിട്ട് വരയ്ക്കുക. ഇതിന് 3 to 4 മാർക്സ് വരെ കിട്ടുന്നതാണ്. ഓക്കെ, 12 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ ഒരു 40% മാർക്കും ഈ ഒരു ഫിഗറിനായിരിക്കും. ഈ ഫിഗറിലെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും കാണിക്കുക. ഓക്കെ, അതായത് BD, ഓവറോൾ ഡെപ്ത് ആൻഡ് എഫക്റ്റീവ് സ്പാൻ. ഓക്കെ, ദെൻ എത്ര ബാർസ് ഉണ്ട്, ആ ബാറിൻ്റെ ഓരോ ബാറിൻ്റെ ഡയമീറ്റർ, ഹോൾഡർ ബാർ, സ്റ്റിറപ്പ്, ഇതെല്ലാം കാണിക്കാം. ക്ലിയർ? So next session we will be doing more questions related to design of singly reinforced beams. Hope this much is clear.